കേരളത്തിന്റെ പുറത്തേക്ക് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ പല സംസ്ഥാനങ്ങളിലും കേരളത്തെക്കാൾ കൂടുതൽ ശതമാനം മുസ്ലിമീങ്ങളുള്ള പല സംസ്ഥാനങ്ങളും നല്ല നീളമുള്ള താടിയും വലിയ നീളമുള്ള വാലുള്ള തലപ്പാവും വലിയ വെള്ള കുർത്തയും ധരിച്ചിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ബാലപാഠം പോലും അവർക്കില്ല. മാത്രമല്ല ഗുജറാത്തിനെ പോലെയുള്ള യുപിയെ പോലെയുള്ള പ്രദേശങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള പള്ളികളോ അതുപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. ഉളുഹിയ്യത്ത് അറുക്കാൻ പറ്റില്ല, അഖീഖ അറുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത്തരം പുണ്യകർമ്മങ്ങൾ ചെയ്യാനോ പരസ്യമായി ബാങ്ക് വിളിക്കാനോ പരസ്യമായി നമ്മൾ ഇവിടെ ചെയ്യുന്നത് പോലെയുള്ള വഅദിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കാനോ കഴിയാത്ത സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മുടെ നാട് വളരെയേറെ ഭാഗ്യം സിദ്ധിച്ച നാടാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്? ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്നൊരു മഹിതമായ ആദർശ പ്രസ്ഥാനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1926 ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും അനിശ്ചിതം തർക്കങ്ങളില്ലാതെ ഈ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ പരിശുദ്ധമായ സംഘടന ഇന്നുവരെ ഇതാ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ചോദിക്കും, എന്തിനാ ഇങ്ങനത്തെ ഒരു പരിപാടി? ഇത് ആളെ കുറ്റം പറയാനുള്ള പരിപാടിയല്ലേ, ഇത് ഗീബത്ത് പറയുന്ന മജ്ലിസല്ല എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഗീബത്ത് പറയുന്ന മജ്ലിസുകൾ ഉണ്ടാവാറുണ്ട്. ഇത് ഹഖും ബാത്തിലും വേർതിരിക്കുന്ന മജ്ലിസാണ്. ഇന്നത് തെറ്റാണെന്നും ഇന്നത് ശരിയാണെന്നും പൊതുജനത്തോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ബാധ്യത നമ്മൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു മജ്ലിസാണെന്ന് ആരും കരുതി പോകരുത്. എന്തുകൊണ്ട്? നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ദീൻ അതിനെ മാറ്റിമറിച്ച് മാറ്റിത്തിരുത്തി ഏതൊക്കെയോ രൂപത്തിലൂടെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനും ഇന്നതാണ് ശരിയാണെന്ന് പറയാനും ഇവിടെ ഒരു വിങ് വേണം, ഇവിടെ ഒരു പറ്റം ആളുകൾ വേണം. ആ ഒരു ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ അറഫാത്തിന്റെ മൈതാനിയിൽ അവസാനം നടത്തിയ പ്രസംഗത്തിൽ നമ്മുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പരിപൂർണമായിരിക്കുകയാണ്. ഇനി എന്റെ ശേഷം ഒരു പ്രവാചകന്റെ വരവില്ല. പരിശുദ്ധ ഖുർആൻ അവസാനത്തെ ഗ്രന്ഥമാണ്. അതിന്റെ ശേഷം ഇനി ഒരു ഗ്രന്ഥം വരികയില്ല. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സകലമാന മനുഷ്യർക്കും ഇവിടെ വഴി കാട്ടാനുള്ള ഏറ്റവും വലിയൊരു ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. ഇതിൽ മാറ്റി തിരുത്തേണ്ട ആവശ്യമില്ല. ആവശ്യത്തിൽ പോരായ്മയുണ്ട് എന്ന് പറഞ്ഞ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചവൻ അല്ലാഹുവാണ്. അത് മാറ്റത്തിരുത്തലില്ലാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ അതിനെ നിലനിർത്തുന്ന ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിന്റെ സാഹചര്യം.